എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസമാണ്. ഈ നബിതങ്ങൾ ആരാണ് എന്ന് ദഅവത്ത് ചെയ്തു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം കൂടെ നമുക്കുണ്ട്. അപ്പം നമ്മൾ ആ നബിയെക്കുറിച്ച് പഠിക്കണം. അതുകൊണ്ട് ഓരോ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോഴും ആ നബിതങ്ങൾ ആരായിരുന്നു, ആ പ്രവാചകന്റെ മഹത്വം എന്തായിരുന്നു, ആ പ്രവാചകന്റെ ജീവിതം എന്തായിരുന്നു, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം എനിക്കും നിങ്ങൾക്കുമുണ്ട് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ നബിതങ്ങളെക്കുറിച്ച് വഅദ് പറഞ്ഞാലും പറഞ്ഞു തീരാൻ കഴിയാത്ത അത്രയും വിശാലമായ ഒരു ജീവിത ചരിത്രമാണ് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. ഒരാൾക്കും പറഞ്ഞു തീർക്കാൻ കഴിയില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്ക് നബിതങ്ങളെ സ്നേഹിക്കാൻ കഴിയണം. നമ്മളോട് നബിതങ്ങളോട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനും നിങ്ങളും പറയും സ്നേഹമുണ്ട്, ഇല്ല എന്നാരും പറയൂല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആർക്കെങ്കിലും ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ മൈക്കിൻ്റെ മുമ്പിൽ കയറിയിട്ട് പറയും. ഈ നബിദിന റാലിയൊക്കെ നടത്തുമ്പോൾ പറയാറുണ്ട്, ഈന്തപ്പന ഓലകളുടെയും മുന്തിരിപ്പൂ വള്ളികളുടെയും ശീതളച്ചാള എന്തെങ്ങനെ പറയാറുണ്ട്. അള്ളാഹുവെ, പലരും പറയുന്നത് എൻ്റെ കരളിൻ്റെ കഷ്ടമാണ് നബിതങ്ങളെന്നാ. ഈ കരളിൻ്റെ കഷ്ടം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പലരും അത് പറയുന്നത്. എല്ലാവരും പറയാറുണ്ട്, എനിക്ക് നബിതങ്ങളോട് വല്ലാത്ത ഇഷ്ടമാ എൻ്റെ ജീവനക്കാൽ. നബിതങ്ങളോട് ഇഷ്ടം. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് എന്ന് പറഞ്ഞാൽ ഈ തോരണം കെട്ടലും കൊടികെട്ടലും വഅദ് വെക്കലും മൗലിദോദലും ഇതൊക്കെ മാത്രമാണെന്ന് നമുക്കൊരു ധാരണയുണ്ട്. അതല്ല, ഒരാൾക്ക് നബിതങ്ങളോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടെങ്കിൽ, നമ്മൾ ഹൃദയം കൊണ്ടാണ് സ്നേഹിക്കുന്നതെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ 4 അടയാളമുണ്ടാകും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ തൻ്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പിലേക്ക് നബിതങ്ങൾ അവിടെ നിന്ന് കടന്നു വരുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിഞ്ഞിട്ട് നബിതങ്ങളുടെ മടിത്തട്ടിൽ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തൻ്റെ ഭർത്താവിൻ്റെ മടിത്തട്ടിൽ തലവെച്ചുകൊണ്ട് കിടക്കുകയാണ്. അങ്ങനെ ഭാര്യയും ഭർത്താവും വലിയ സന്തോഷത്തിൽ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഇരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നുണ്ട്, നബിയെ, എന്നെ നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണോ, എന്നോട് നിങ്ങൾക്ക് സ്നേഹമാണോ? നബിതങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, ആയിഷ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ, എന്നോട് വല്ലാത്ത സ്നേഹമാണെന്ന് നബിതങ്ങൾ പറയുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിൻ്റെ പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, എങ്കിലെനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം നബിയേ. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, എങ്കിൽ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം നബിയേ. അള്ളാന്റെ റസൂല് പറഞ്ഞു, ആയിഷ, നിനക്ക് വേണ്ടി ഞാൻ എപ്പോഴും ദുആ ചെയ്യുന്നുണ്ട് ആയിഷ, നിനക്ക് വേണ്ടി ഞാൻ എപ്പോഴും ദുആ ചെയ്യുന്നുണ്ട് ആയിഷ. ആയിഷ ബീബി പറയുന്നു, അതുപോലെ നബിയേ, എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ടങ്ങ് ദുആ ചെയ്യണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, എങ്കിൽ ഞാൻ ദുആ ചെയ്യാ, നിനക്ക് വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് ദുആ ചെയ്യാ. ആയിഷ ബീബി പറയുന്നു, ഇപ്പം ദുആ ചെയ്യണം നബിയേ, എൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് തന്നെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയേ. അള്ളാഹുവിൻ്റെ പ്രവാചകനോട് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് നബിതങ്ങളോട് പറയുമ്പോ അള്ളാഹുവിൻ്റെ പടച്ച റബ്ബിൻ്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് നബിതങ്ങൾ ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ, അല്ലാഹുവേ, എൻ്റെ ആയിഷയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ.
എൻ്റെ ആയിഷ അറിഞ്ഞ് ചെയ്തത്, അറിയാതെ ചെയ്തത്, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, മുൻകഴിഞ്ഞ ജീവിതത്തിലെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കണേ എന്ന് നബി തങ്ങളതാ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മുന്നിൽ കൊണ്ട് നബി തങ്ങൾ ദുആ ചെയ്യുകയാണ്. ദുആ ചെയ്ത് കഴിയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പടച്ചവനെ ദുആ ചെയ്ത് കഴിയുമ്പോ ആയിഷ ബീവിക്ക് വല്ലാത്ത സന്തോഷമാവുകയാണ്. ആയിഷ ബീവി ചിരിക്കുകയാണ്. ആയിഷ ബീവി ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്യുന്നത് കേട്ടിട്ട് ചിരിച്ച് ചിരിച്ച് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളുടെ മടിത്തട്ടിൽ നിന്ന് തല താഴെ വീഴുകയാ. നബി തങ്ങളുടെ മടിയിൽ കിടന്ന് ചിരിച്ച് ചിരിച്ച് ആ തല പോലും അവിടുന്ന് താഴെ വീഴുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ആയിഷ നിനക്ക് സന്തോഷമായോ ആയിഷ? അവിടുന്ന് ചിരിച്ച് ചിരിച്ച് തല പോലും നബി തങ്ങളുടെ മടിത്തട്ടിൽ നിന്ന് താഴെ വീണപ്പോ ആ സന്തോഷം കണ്ടിട്ട് നബി തങ്ങൾ ചോദിക്കുകയാ, നിനക്ക് സന്തോഷമായോ ആയിഷ? എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായി നബിയേ, അങ്ങെനിക്ക് വേണ്ടി ദുആ ചെയ്തല്ലോ. അങ്ങന്റെ പാപം പൊറുക്കാൻ ദുആ ചെയ്തല്ലോ. അല്ലാഹുവേ നബി തങ്ങളോട് പറയുകയാണ്, അങ്ങനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ദുആ ചെയ്തല്ലോ. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, ആയിഷ നിനക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ദുആ ചെയ്യുന്നത്, നിനക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ദുആ ചെയ്യുന്നത്. മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, ഈ പള്ളിയുടെ മുറ്റത്തിരിക്കുന്ന എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി 1400 കൊല്ലം മുമ്പ് നബി തങ്ങൾ ഓരോ വഖത്ത് നിസ്കാരം കഴിയുമ്പോഴും അല്ലാഹുവേ എനിക്കും നിങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ ഈ പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ ഒരുമിച്ച് കൂടിയവരെ നമ്മളെ എത്ര കണ്ട് നബി തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നെന്നറിയോ? നമ്മളോട് വല്ലാത്ത സ്നേഹമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ സ്നേഹം തിരിച്ചു കൊടുക്കാൻ, ആ സ്നേഹം തിരിച്ചു കൊടുക്കാൻ ഓരോ വഖത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് മരിച്ചുപോയ വാപ്പയ്ക്ക് പോലും മക്കൾ ദുആ ചെയ്യാത്ത കാലമാ. ജന്മം കൊടുത്ത ഉപ്പയ്ക്ക് വേണ്ടി, നൊന്ത് പ്രസവിച്ച ഉമ്മയ്ക്ക് വേണ്ടി പടച്ചവനെ മക്കൾ പോലും 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞു പലരും ചെയ്യാറില്ല. എങ്കിലും നബി തങ്ങൾ പടച്ചവനെ മരിക്കുന്ന കാലം വരെ എനിക്കും നിങ്ങൾക്കും വേണ്ടി ദുആ ചെയ്തിരുന്നെങ്കിൽ ആ പ്രവാചകൻ നമ്മളെ എത്ര കണ്ട് സ്നേഹിച്ചിരുന്ന സഹോദരാ, ആ സ്നേഹം തിരിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ആ പ്രവാചകനോട് എനിക്കും നിങ്ങൾക്കും സ്നേഹമുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാ പോരാ, നബി തങ്ങളെ സ്നേഹിക്കണം സഹോദരാ, നബി തങ്ങളെ സ്നേഹിക്കണം സഹോദരാ. നബി തങ്ങൾ നമ്മളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്നത്തുൽ ബഖീയിൽ സിയാറത്തിന് പോയി. ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന ഖബർസ്ഥാനിൽ സിയാറത്ത് ചെയ്തിട്ട് നബി തങ്ങൾ ഇറങ്ങി വരുമ്പോ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, എൻ്റെ അനുചരന്മാര്, എൻ്റെ സഹോദരങ്ങളെ ഞാൻ എന്ന് കാണാനാണ്, എൻ്റെ സഹോദരങ്ങളെ ഞാൻ എന്നാണ് കാണുന്നത്. നബി തങ്ങളല്ലേ അങ്ങയുടെ സഹോദരങ്ങള്, ഞങ്ങളല്ലേ അങ്ങയുടെ സഹോദരങ്ങള്? അള്ളാന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞത്, എന്മാരാ, നിങ്ങൾ എൻ്റെ സഹോദരങ്ങളല്ല, പിന്നെ എൻ്റെ സഹോദരങ്ങൾ ആരെന്നറിയോ? വരാനിരിക്കുന്ന ഒരു വിഭാഗമാണ് സ്വഹാബ, വരാനിരിക്കുന്ന ഒരു വിഭാഗമാണ്. നബി തങ്ങൾ പറയുകയാണ്, നിങ്ങൾ എന്നെ കണ്ടവരാണ്, എൻ്റെ കൂടെ നടന്നവരാണ്, എന്നോട് സംസാരിച്ചവരാണ്, എൻ്റെ പുറകിൽ നിന്ന് നിസ്കരിച്ചവരാണ്, എൻ്റെ നസീഹത്ത് കേട്ടവരാണ്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നു, നിങ്ങളെല്ലാവരും എന്നെ കണ്ടിട്ട് സ്നേഹിച്ച ഒരു വിഭാഗം വരും സ്വഹാബ, അവര് ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്നെ കണ്ടിട്ടില്ല, അവര്
ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്നെ കണ്ടിട്ടില്ല. എൻ്റെ മുഖം അവർക്കറിയില്ല, എൻ്റെ ശബ്ദം അവർക്കറിയില്ല. അവരെൻ്റെ കൂടെ നടന്നവരല്ല, എൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചവരല്ല. എങ്കിലും സ്വഹാബ, അവർ ജീവിതത്തിൽ ഒരിക്കലും എന്നെ കണ്ടിട്ടില്ലെങ്കിൽ അവരുടെ വാപ്പയേക്കാൾ, അവരുടെ ഉമ്മയേക്കാൾ, അവരുടെ ഭാര്യയേക്കാൾ, അവരുടെ മക്കളെക്കാൾ, അവരുടെ സമ്പത്തിനേക്കാൾ, അവൻ്റെ ജീവനേക്കാൾ എന്നെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം വരും സ്വഹാബ. അവരാണ് എൻ്റെ സഹോദരങ്ങളെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ എന്നെ കണ്ടിട്ട് സ്നേഹിച്ചു, എൻ്റെ കൂടെ നടന്നു, എൻ്റെ കൂടെ നിസ്കരിച്ചു, എൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചു, രാവും പകലും നിങ്ങൾ എന്നെ കണ്ടിട്ടാ സ്നേഹിച്ചേ. എന്നാൽ ഒരു വിഭാഗം വരും, അവരെന്നെ കണ്ടിട്ടില്ല, എൻ്റെ മുഖം അവർക്കറിയില്ല, എൻ്റെ ശബ്ദം അവർക്കറിയില്ല, അവർക്ക് എന്നെ അറിയുകയില്ല. എന്നാൽ നിങ്ങൾ പറഞ്ഞു കൊടുത്ത അറിവ് വെച്ചുകൊണ്ട് അവരുടെ ജീവനേക്കാൾ എന്നെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം കടന്നു വരും. അവരാണ് എൻ്റെ സഹോദരങ്ങൾ, അവരെയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. 4 കാര്യങ്ങൾ ചെയ്തിട്ട് വേണം ഇന്ന് മുതൽ കിടന്നുറങ്ങാൻ. ഇത് ചെയ്യാതെ ഉറങ്ങല്ലേ, ഇത് ചെയ്യാതെ ഉറങ്ങല്ലേ. ഈ പറയുന്ന 4 കാര്യം ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാൻ. ഇന്ന് ഈ സദസ്സിലിരുന്ന് കൊണ്ട് നിങ്ങൾ തീരുമാനമെടുക്കൂ, ഇന്ന് ഈ സദസ്സിലിരുന്ന് കൊണ്ട് നിങ്ങൾ തീരുമാനമെടുക്കൂ. ഇത് നിങ്ങൾക്ക് ആഖിറത്തിൽ വിജയിക്കാൻ കഴിയുന്ന നന്മയാ. പടച്ചവനെ, നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുന്ന നന്മയാ. അല്ലാഹുവേ, ചെയ്യാനുള്ള ഭാഗ്യം തരണേ അല്ലാ. 4 കാര്യം ചെയ്തിട്ട് ഇന്ന് രാത്രി നിങ്ങൾ കിടന്നുറങ്ങാവൂ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. 1, കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു ഖത്തം ഓതിയിട്ട് വേണം കിടന്നുറങ്ങാൻ. നബി അപ്പൊ ഉറങ്ങണ്ടേ? ഖത്തം ഓതിക്കൊണ്ടിരുന്നാ മതിയോ? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖുർആനിലെ അവസാനത്തെ 3 സൂറത്തുകൾ, സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ 3 സൂറത്തുകൾ ഓതിയാൽ നിനക്ക് ഖത്തം ഓതിയ കൂലി കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏത് 3 സൂറത്ത്? സൂറത്തുൽ ഇഖ്ലാസ്, ഫലക്, നാസ്. ഈ 3 സൂറത്ത് ഓതാൻ അറിയില്ലേ? ഇത് ഓതിയാൽ ഒരു ഖത്തം ഓതിയ കൂലി കിട്ടും. അള്ളാഹു നമുക്ക് ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? 2 ലോകത്തുള്ള എല്ലാവരോടും പൊരുത്തം ചോദിക്കണം. ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളോടും എല്ലാവരോടും പൊരുത്തം ചോദിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കൂടെ കിടക്കുന്ന പെണ്ണുമ്പിള്ള എടുത്ത് ചോദിക്കണില്ല, ഇനിയായപ്പോ ലോകത്തുള്ളവരോട് ചോദിക്കാം. നമ്മുടെ ഭാര്യയോട് പോലും നമ്മളിൽ പലരും പൊരുത്തം ചോദിക്കാറില്ല. എന്നാൽ ലോകത്തുള്ള എല്ലാവരോടും പൊരുത്തം ചോദിക്കാനുള്ള വഴി ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാ. നമ്മളൊക്കെ ചെയ്യുന്ന ദുആയ. ഇനി ദുആ അറിയില്ലെങ്കിൽ അല്ലാഹുവേ, ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണം പടച്ചവനെ. എല്ലാവർക്കും നീ റഹ്മത്ത് ചെയ്യണം, എല്ലാവരോടും നീ കരുണ കാണിക്കണം. ഈ ദുആ ചെയ്താൽ മതി, നിനക്ക് എല്ലാവരുടെയും പൊരുത്തം കിട്ടും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 2, ഈ ദുആഇന്റെ പ്രത്യേകത എന്താ? എല്ലാവരും ദുആ പറഞ്ഞ അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. ഈ ദുആയുടെ പ്രത്യേകത അറിയോ? ഇന്ന് ലോകത്ത് 200 കോടി മുസ്ലിമീങ്ങളുണ്ടെന്ന, ഇന്ന് ലോകത്ത് 200 കോടി മുസ്ലിമീങ്ങളുണ്ടെന്ന, 200 കോടി നന്മ കിട്ടുന്ന ഒരു ദുആ ഞാൻ പഠിപ്പിച്ചു തരാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എത്ര കോടി? 200 കോടി നന്മ കിട്ടുന്ന ഒരു ദുആയാണ്. ഏത് ദുആ? اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات. ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്താൽ മതി. അതിന് ഈ ദുആ വേണമെന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവൻ, ആ ദുആഇന്റെ അർത്ഥമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹുവേ, ലോകത്തുള്ള എല്ലാവരോടും നീ കരുണ കാണിക്ക്, എല്ലാവർക്കും നീ പുറത്തു കൊടുക്ക്, എല്ലാവർക്കും റഹ്മത്ത് ചെയ്യ്. ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്താൽ മതി. ഓരോ മുസ്ലിമിന്റെയും തലയെണ്ണം അനുസരിച്ച് അല്ലാഹു നിനക്ക് പ്രതിഫലം തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാൻ പറഞ്ഞത്, നബിതങ്ങൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി 5 വഖത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുമായിരുന്നു മരിക്കുന്ന കാലം വരെ. മരിച്ചുപോയ വാപ്പായ്ക്ക് പോലും മക്കൾ ചെയ്യൂല. മരിച്ചുപോയ ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യാറില്ല ഈ കാലത്ത്.
നബിതങ്ങൾ 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം നമുക്ക് വേണ്ടി ദുആ ചെയ്തു. നബിതങ്ങൾ നമ്മളെ കാത്തിരിക്കുകയാ. അല്ലാഹുവിൻ്റെ പ്രവാചകൻ നമ്മളെ ഒന്ന് കാണാൻ വേണ്ടി അവിടെ നിന്ന് കാത്തിരിക്കുകയാണ്. ആ നബിതങ്ങൾ നമ്മളെ വല്ലാതെ സ്നേഹിച്ചടോ. നമ്മളും നബിതങ്ങളെ സ്നേഹിക്കണം സഹോദരാ. അല്ലാഹുവിൻ്റെ പ്രവാചകനെ സ്നേഹിച്ചാൽ വെറുതെയാകില്ല. നബിതങ്ങളെ സ്നേഹിച്ചാൽ നബിതങ്ങൾ നമ്മളെ സ്നേഹിക്കുകയാണ്. അള്ളാന്റെ റസൂലിനെ ആരെങ്കിലും ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ നബിതങ്ങളും നമ്മളെ തിരിച്ചു സ്നേഹിക്കുമടോ. അള്ളാന്റെ റസൂല് സ്നേഹിച്ചതിന് ഒരുപാട് ചരിത്രമുണ്ടല്ലോ. അല്ലാഹുവേ, തൽഹത്ത് ബിൻ ബറാ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അല്ലാഹുവിൻ്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന തൽഹത്ത് ബിൻ ബറാ നബിതങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ്. നബിതങ്ങൾക്കും ആ ചെറുപ്പക്കാരനെ വല്ലാത്ത ഇഷ്ടമാ. തൽഹത്ത് ബിൻ ബറാഇന് അല്ലാഹു ഒരു രോഗം കൊടുക്കുകയാണ്, ഒരു മാരകമായ രോഗം കൊടുക്കുകയാണ്. തൽഹത്ത് ബിൻ ബറാ രോഗം പിടിച്ച് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. നബിതങ്ങളോട് ഒരു സ്വഹാബി പറഞ്ഞു, നബിയേ, തൽഹത്ത് ബിൻ ബറാ രോഗം പിടിച്ച് കിടക്കുകയാണ്, നബിതങ്ങൾ കാണാൻ പോകുകയാണ്. തൽഹത്ത് ബിൻ ബറാ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കാണാൻ അല്ലാഹുവിൻ്റെ റസൂൽ അവിടുന്ന് കിലോമീറ്റർ നടന്ന് നബിതങ്ങൾ പോവുകയാണ്. തൽഹയ്ക്കൊരു രോഗമായിരുന്നു. രോഗം വന്നു കഴിഞ്ഞാൽ തൽഹയുടെ ബോധം നഷ്ടപ്പെടുകയാണ്. ഒരുപാട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് ബോധം തിരിച്ചു വരുന്നത്. നബിതങ്ങൾ തൽഹയുടെ വീട്ടിൽ ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, തൽഹത്ത് ബിൻ ബറാ രോഗം പിടിച്ച് കിടക്കുകയാ. തൽഹത്ത് ബിൻ ബറാ രോഗം പിടിച്ച് ബോധമില്ലാതെ കിടക്കുകയാണ്. നബിതങ്ങൾ അടുത്തു പോയിരുന്നു. ഒരുപാട് സമയം അല്ലാഹുവിൻ്റെ റസൂൽ അവിടെ കാത്തിരുന്നു. ബോധം തിരിച്ചു വന്നിരുന്നെങ്കിലൊന്ന് സംസാരിക്കാമല്ലോ, അവിടെ ഒന്ന് ദുആ ചെയ്യാമല്ലോ. തൽഹത്ത് ബിൻ ബറാഇന്റെ അടുത്ത് നബിതങ്ങൾ ഒരുപാട് നേരം ഇരുന്നു. ബോധം തിരിച്ചു വരുന്നില്ല. കുടുംബക്കാര് പറഞ്ഞു, നബിയേ, ഇങ്ങനെ തന്നെയാണ് നബിയേ. അല്ലാഹുവിൻ്റെ റസൂൽ അവിടെ ഇരുന്ന് ദുആ ചെയ്യുകയാണ്. തൽഹത്ത് ബിൻ ബറാഇന്റെ ചാരത്തിരുന്ന് നബിതങ്ങൾ ദുആ ചെയ്തു. നബിതങ്ങൾക്ക് മനസ്സിലായി സക്കറാത്തിന്റെ അവസ്ഥയാണെന്ന്. നബിതങ്ങൾ പറഞ്ഞു, സ്വഹാബാ, തൽഹത്ത് ബിൻ ബറാ മരിച്ചാ എന്നോട് പറയണേ സഹാബാ, മരിച്ചാൽ എന്നോട് പറയണം, മരിച്ചാൽ എന്നോട് പറയണം. കുടുംബക്കാരോട് നബിതങ്ങൾ പറഞ്ഞടോ, മരിച്ചാൽ എന്നെ അറിയിക്കണം. നബിതങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. തൽഹത്ത് ബിൻ ബറാഇന് ബോധം വന്നു. അവിടെ നിന്ന് പറഞ്ഞു, തൽഹാ, നബിതങ്ങൾ വന്നിരുന്നു, ഒരുപാട് സമയം കാത്തിരുന്നു, നിനക്ക് വേണ്ടി ദുആ ചെയ്തു. എന്തു പറഞ്ഞെന്ന് കുടുംബക്കാരോട് ചോദിക്കുമ്പോ അവര് പറഞ്ഞു, ത്വൽഹാ, നീ മരിച്ചാൽ അറിയിക്കണമെന്ന് നബിതങ്ങൾ പറഞ്ഞിട്ട് പോയി. നീ മരിച്ചാൽ മരണം അറിയിക്കണം. തൽഹത്ത് ബിൻ ബറാ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞതെന്തെന്നറിയോ? ഞാൻ പകലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ നബിതങ്ങളോട് പറയണം. ഞാൻ പകലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലിനോട് പറയണം. രാത്രിയിലാണ് മരിക്കുന്നതെങ്കിൽ പറയല്ലേ. ഞാൻ രാത്രിയിലാണ് മരിക്കുന്നതെങ്കിൽ പറയാൻ പാടില്ല. കുടുംബക്കാര് ചോദിക്കുന്ന, ത്വൽഹാ, എന്തൊരു ഭാഗ്യമാ, അല്ലാഹുവിൻ്റെ റസൂല് വരുമല്ലോ, ദുആ ചെയ്യുമല്ലോ, നിസ്കരിക്കുമല്ലോ. ഏതൊരു മനുഷ്യനും കൊതിക്കുന്ന കാര്യമാണല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് നീ വേണ്ട എന്ന് പറയുന്നത്? തൽഹ പറയുകയാ, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഞാൻ മരിച്ചെന്നറിഞ്ഞാ നബിതങ്ങൾ ഉറപ്പായിട്ടും വരും. എനിക്കറിയാ എൻ്റെ നബിതങ്ങൾ വരുമെന്ന്. എന്നെ അത്രയും ഇഷ്ടമാണ്, എന്നോട് അത്രയും സ്നേഹമാണ്. നബിതങ്ങൾ വരുമെന്ന് എനിക്കറിയാ. പക്ഷേ രാത്രിയിൽ നബിതങ്ങൾ വരുമ്പോ ആ
ആരെങ്കിലും ഉപദ്രവിച്ചാലോ നബി തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ പേടിച്ചിട്ടാണ് സഹാബ നബി തങ്ങളുടെ കാലിൽ ഒരു മുള്ളു കൊള്ളുന്നത് പോലും എനിക്കിഷ്ടമില്ലാത്ത കാര്യമാ. അവിടെന്ന് പറയരുതെന്ന് പറഞ്ഞു. പടച്ചവനെ, തൽഹ മരണപ്പെടുകയാണ്. രാത്രിയിലാണ് മരണപ്പെട്ടത്. അവിടെന്ന് കബറടക്കി. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തൽഹത്ത് ബിൻ ബറാഇന്റെ കുടുംബക്കാരെ കണ്ടപ്പോ അവിടെന്ന് ചോദിക്കുകയാ, തൽഹയ്ക്ക് എങ്ങനെയുണ്ട്, തൽഹയ്ക്ക് എങ്ങനെയുണ്ട് യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, തൽഹ മരണപ്പെട്ടു നബിയേ. എന്തുകൊണ്ടാ നിങ്ങൾ പറയാതിരുന്നത്? അവസാനത്തെ വസിയത്ത് പറയരുതെന്നായിരുന്നു. അങ്ങക്ക് എന്തെങ്കിലും പ്രയാസം വരുമോ എന്നുള്ള പേടി കാരണമാണ്. അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, ഖബറെവിടെ? എന്റെ തൽഹയുടെ ഖബറെവിടെ? അള്ളാന്റെ റസൂല് കടന്നു പോവുകയാണ്. ആ സ്വഹാബിയുടെ ഖബറിന്റെ ചാരത്ത് ചെന്നു. നബി തങ്ങൾ ദുആ ചെയ്യുകയാണ്. പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് ദുആ ചെയ്യുകയാ. സ്വഹാബികൾ കൊതിച്ചടോ. എന്തൊരു ദുആ ചെയ്തതെന്നറിയോ? അള്ളാന്റെ റസൂല് ദുആ ചെയ്യുന്നത് കേട്ടപ്പോ സ്വഹാബികൾ വല്ലാതെ അത്ഭുതപ്പെടുകയാണ്. അത്രയും മനോഹരമായ ദുആയാണ്. എന്താണ് ചെയ്തതെന്നറിയുമോ? അല്ലാഹുമ്മൽ ഖതൽഹത്ത് ബിൻ ബറാ വഅന്ത യൽഹഖു ഇലൈഹി വയൽഹഖു ഇലൈക. ആ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്ത് നിന്ന് നബി തങ്ങൾ ദുആ ചെയ്യുകയാണ്. പടച്ച റബ്ബേ, തൽഹത്ത് ബിൻ ബറാ നാളെ നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ തൽഹയുടെ മുഖത്ത് നീ പ്രകാശം കൊടുക്കണേ അല്ലാ. തൽഹ ചിരിക്കണേ അല്ലാ. നിയമ സന്തോഷത്തോടെ വേണം എൻ്റെ തൽഹയെ കണ്ടുമുട്ടാറ്. അല്ലാഹുവിനെ കാണുന്ന സമയത്ത് രണ്ടുപേരും തൃപ്തിപ്പെട്ട രീതിയിൽ വേണം കണ്ടുമുട്ടാറ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, വുജൂഹു യൗമഇദിൻ നാളിറാ ഇലാ റബ്ബിഹാ നാളിറാ. പടച്ചവനെ, നിന്നെ കണ്ടുമുട്ടുന്ന സമയത്ത് പരസ്പരം തൃപ്തിപ്പെട്ട രീതിയിൽ സന്തോഷത്തോടെ വേണം കണ്ടുമുട്ടാറ്. നബി തങ്ങളെ സ്നേഹിച്ച ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്ത് നബി തങ്ങൾ പോയി ദുആ ചെയ്തെന്ന ചരിത്രം പറയുമ്പോ സ്നേഹമെന്ന് പറഞ്ഞാലിതാ, സ്നേഹമെന്ന് പറഞ്ഞാലിതാ അല്ലാഹുവേ, നബി തങ്ങളോടുള്ള മഹബത്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ നിറച്ചു തരണേ അല്ലാ. നബി തങ്ങൾ ആ ചെറുപ്പക്കാരൻ്റെ ഖബറിൻ്റെ ചാരത്ത് പോയിട്ട് ദുആ ചെയ്തു. ഇതാണ് സ്നേഹം എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്ക് നബി തങ്ങളെ സ്നേഹിക്കാൻ കഴിയണം. നമ്മളോട് നബി തങ്ങളോട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനും നിങ്ങളും പറയും സ്നേഹമുണ്ട്, ഇല്ല എന്നാരും പറയൂല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആർക്കെങ്കിലും ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ മൈക്കിൻ്റെ മുമ്പിൽ കയറിയിട്ട് പറയും. ഈ നബിദിന റാലിയൊക്കെ നടത്തുമ്പോൾ പറയാറുണ്ട്, ഈന്തപ്പന ഓലകളുടെയും മുന്തിരിപ്പൂ വള്ളികളുടെയും ശീതളച്ചാല എന്തെങ്ങനെ പറയാറുണ്ട്. അള്ളാഹുവെ, പലരും പറയുന്നത് എൻ്റെ കരളിൻ്റെ കഷ്ടമാണ് നബിതങ്ങളെന്നാ. ഈ കരളിൻ്റെ കഷ്ടം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പലരും അത് പറയുന്നത്. എല്ലാവരും പറയാറുണ്ട്, എനിക്ക് നബിതങ്ങളോട് വല്ലാത്ത ഇഷ്ടമാ എൻ്റെ ജീവനേക്കാൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതം കണ്ടാൽ അത് തോന്നാറില്ല. നബിതങ്ങളോട് ഇഷ്ടം നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് എന്ന് പറഞ്ഞാൽ ഈ തോരണം കെട്ടലും കൊടികെട്ടലും വഅലുവെക്കലും മൗലിദോതലും ഇതൊക്കെ മാത്രമാണെന്ന് നമുക്കൊരു ധാരണയുണ്ട്. അതല്ല, ഒരാൾക്ക് നബിതങ്ങളോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടെങ്കിൽ, നമ്മൾ ഹൃദയം കൊണ്ടാണ് സ്നേഹിക്കുന്നതെങ്കിൽ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആത്മാർത്ഥമായിട്ട് കളങ്കമില്ലാത്ത സ്നേഹമുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ 4 അടയാളമുണ്ടാകും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ.